ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു പുതിയ വീട് വയ്ക്കുന്ന സമയത്ത് നമ്മൾ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പൈപ്പ് കാര്യങ്ങൾ ഇട്ട് വയ്ക്കേണ്ടത്. പിന്നീട് നമുക്ക് സീലിംഗ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, സീലിങ്ങിൻ്റെ മുകളിൽ ലൈറ്റുകളൊക്കെ കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധിക്കാതെ വരും. അത് പിന്നീട് വൃത്തികേടും കാര്യങ്ങളൊക്കെയാവും. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് നോക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ, അതായത് നമ്മുടെ ബീം കണ്ടോ, താഴേക്ക് വന്നിരിക്കുന്ന ബില്ലറുകളുടെ ബീമുകളാണ് ഈ കാണുന്നത്. ആ ബീമുകൾ മറഞ്ഞു പോകുന്ന രീതിയിൽ ഒറ്റ ലെയറായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സീലിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലൈറ്റ്സുകൾ കൊടുക്കണം. മുകളിൽ നിന്ന് ലൈറ്റുകൾ, പാനൽ ലൈറ്റ്സും അതുപോലെ തന്നെ ലൈറ്റ്സൊക്കെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്തേക്ക് വയറ് കാര്യങ്ങളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെട്ടിപ്പൊളി തുടങ്ങുന്ന സമയത്ത് തന്നെ, സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് വേണ്ടിയുള്ള പൈപ്പ് നമ്മൾ ഏറ്റവും ടോപ്പിലേക്കായിട്ട് ഉയർത്തിയിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഈ കാണുന്നതാണ് ഒരു 20 mm പൈപ്പ് ബെൻഡ് വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബെൻഡ് വെച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഗുണമെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് നമുക്ക് അടുത്ത പൈപ്പ് സീലിംഗ് ചെയ്യുന്ന സമയത്ത് ആ പൈപ്പ് അതിലേക്ക് കയറ്റി വെച്ച് നമുക്ക് വയറ് കാര്യങ്ങളൊക്കെ വലിച്ച് കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ആ പൈപ്പ് നേരെ നമ്മൾ താഴെ കാണുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്, ആ ജംഗ്ഷനിലേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷം അത് നേരെ സ്വിച്ച് ബോർഡിലേക്ക് കണ്ടോ, താഴെ കാണുന്ന ഒരു 4 PVC ബോക്സാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിനക്ക് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നേരെ വന്നിരിക്കുന്നത് സ്വിച്ച് ബോർഡിൻ്റെ താഴേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ പിന്നീടാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് സീലിംഗ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ LED സ്ട്രിപ്പ് ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് പൈപ്പ് ഇങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്നത് സീലിങ്ങിൽ നിന്നും ഒരു തേപ്പ് കനം വിട്ടിട്ട് 1 ഇഞ്ചെങ്കിലും താഴ്ത്തി പൈപ്പ് വെച്ചാൽ മാത്രം മതി. പൈപ്പ് വെച്ചാൽ ഈ ബെൻഡ് വെച്ചോ ക്ലിയർ ചെയ്താൽ മതി. ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെയും നമ്മൾ ഇതുപോലെ തന്നെ ആ ലെവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സീലിംഗ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സീലിംഗ് ചെയ്യുന്ന സമയത്ത് ഈ കാണാവുന്ന എയർ ഹോളുകളെല്ലാം നമ്മൾ അടച്ചു കളയണം. അതല്ലെങ്കിൽ അതിൻ്റെ അകത്തുകൂടെ എലിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കയറി വയറൊക്കെ കട്ട് ചെയ്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ എയർ ഹോളും കൂടി അടച്ചു കളഞ്ഞാൽ മാത്രമേ സേഫ്റ്റി ആയിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വയറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സീലിങ്ങിൻ്റെ വയറുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വലിച്ചെടുക്കാവുന്ന രീതിയിൽ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാവുന്ന രീതിയിൽ വേണം നമ്മൾ പൈപ്പ് കാര്യങ്ങൾ ഇട്ട് വയ്ക്കാനായിട്ട്. ഇനി ഇപ്പോൾ നമ്മൾ സീലിംഗ് ചെയ്യുന്നില്ല, പിന്നീടാണെങ്കിൽ കൂടി നമുക്ക് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ പൈപ്പ് നേരെ ചേർത്ത് മുകളിലേക്ക് വയ്ക്കുക. നമുക്ക് പൈപ്പ് എന്നാണോ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പൈപ്പ് കാര്യങ്ങളൊന്നും ഇട്ട് വെച്ചിട്ട് പിന്നീട് സീലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു ഓപ്ഷനുള്ളൂ. നമ്മൾ ഫാനിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും, അതിലൂടെ എക്സ്ട്രാ ഒരു പൈപ്പിലൂടെ വയറുകൾ കംപ്ലീറ്റ് വലിച്ചു കൊണ്ടുപോകേണ്ടി വരും. ചിലപ്പോൾ നമുക്കത് വലിച്ചാൽ കിട്ടണമെന്ന് നിർബന്ധവുമില്ല. അപ്പോൾ നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പൈപ്പ് കാര്യങ്ങൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സീലിംഗ് ചെയ്യേണ്ട സമയത്ത് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സീലിംഗ് ചെയ്യുന്ന സമയത്ത് സീലിംഗിൽ പാനൽ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് വയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.